പറഞ്ഞ ഉദ്ദേശം. ദീർഘവീക്ഷണമുള്ള ആളാണെന്നോ? ദീർഘവീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാങ്കല്പിക ചിന്താഗതി തന്നെ എപ്പോഴും ഉണ്ടാവുന്നു. യഥാർത്ഥത്തിൽ ഇത് ചിന്തകന്മാർ എഴുത്തുകാരുടെ ഹെഡ്ലൈനാണ്. അപ്പൊ സൈക്കോളജി ഉണ്ട് കേട്ടോ. സൈക്കോളജി ഉണ്ട്. ഉണ്ട്. അപ്പൊ എന്തിനെ അറിയാം എന്നുള്ളൊരു ഭാവനാ ശക്തി ഉണ്ടാവുന്നു. അത് അഹങ്കാരത്തിന്റെ കലർപ്പല്ല കേട്ടോ പറഞ്ഞത്. ചിലർക്കുണ്ട് എന്തിനെ അറിയാമെന്നുള്ളൊരു അഹങ്കാര മനോഭാവം. അതല്ല, അറിയാമെന്നുള്ളൊരു മനോഭാവം തന്നെ ഉണ്ടാവും. അത് തൻ്റെ ആത്മവിശ്വാസം അവിടെ വിജയിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ? ബുദ്ധിരേഖ ഡിഗ്രിയിൽ അവസാനിക്കേണ്ട ഹെഡ്ലൈൻ അല്ലല്ലോ. എവിടെ വരെ എത്തി? വിദ്യാഭ്യാസം കോളേജ് കഴിയാനായി. ഡിഗ്രിയിൽ അവസാനിക്കൂല എന്നാ പറഞ്ഞത്. ഡിഗ്രിയിൽ അവസാനിക്കൂല. ഒന്നെങ്കിൽ PG അല്ലെങ്കിൽ മറ്റു മേഖലയിൽ പോകാം. സയൻസ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ? PG നോക്കുന്നുണ്ട്. PGന്റെ പരീക്ഷ എഴുതാൻ പോവാണ്. കിട്ടുവോ? എഴുതിയാ കിട്ടുവോ? 100ൽ 85% ക്ലിയർ ആണ്. കണ്ണൂരുണ്ട്. വിദ്യാഭ്യാസത്തിൽ കണ്ണൂരുണ്ട്. ആ മൊത്തത്തിൽ പറഞ്ഞാൽ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരു അലസത തന്നെ ബാധിച്ചു. അങ്ങനെ പറഞ്ഞ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരു അലസത മനസ്സിലായില്ലേ? അലസത മനസ്സിലായി. പ്രവർത്തന ശേഷി കിട്ടുന്നില്ല. കിട്ടിയ വിരാക്ക ഇപ്പൊ പറഞ്ഞു. അത് മാറ്റിയാൽ ചില ഗുണമൊക്കെ കിട്ടും കേട്ടോ. കൈന്റെ ഷൈപ്പൊക്കെ വളരെ ക്ലിയർ ആണ്. കൈന്റെ ഷൈപ്പ് വളരെ ക്ലിയർ ആണ്. കലാബോധം ഉണ്ടോ? നമുക്ക് കലാബോധം ഉണ്ട്. അത് തൊഴിലായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു മാനസിക പരിവർത്തനം അത് വെച്ചിട്ട് നമുക്ക് സാമൂഹ്യ മേഖലയിലും പ്രവർത്തിക്കാം കേട്ടോ. അങ്ങനെ വല്ലതുണ്ടോ സാമൂഹ്യ മേഖലയിൽ? സാമൂഹ്യ മേഖല മനസ്സിലായില്ലേ? മറ്റുള്ള ആളുകളുടെ വിജയത്തിന് നമ്മൾ നിമിത്തം കാരണക്കാർത്തിയാകാന്ന് മോട്ടിവേഷൻ ആവാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ അത് തൊഴിലല്ല കേട്ടോ. വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സൈഡ്, അത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മാനസികമായിട്ടുണ്ടാകുന്ന ഒരു ക്ലിയർ ചെയ്യുക. അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. അപ്പൊ PG ചെയ്താൽ കിട്ടും. PGന്റെ എൻട്രൻസ് ചെയ്താൽ കിട്ടാൻ മാറ്റണം പോലെ. അതല്ല, 1.5 മാസമായല്ലോ കറക്കം തുടങ്ങിയിട്ടുണ്ട്. മാറ്റണമെങ്കിൽ വഴി എൻ്റെ അടുത്തുണ്ട്. വേണമെങ്കിൽ പറഞ്ഞു തരാം. കൈനോക്കി കേട്ട് മാതാപിതാക്കളുടെ വാത്സല്യപുത്രിയാ കേട്ടോ. അതെ അതെ, 100%. അതെ. പക്ഷെ അവരുടെ വിജയം നിങ്ങളുടെ, അതായത് അവരുടെ വിജയത്തിന് നിങ്ങളും കാരണക്കാർത്തിയാവും കേട്ടോ. സാമ്പത്തികമായിട്ടല്ല പറഞ്ഞു. അപ്പൊ മാതാപിതാക്കളെ നേരിട്ട് അറിയാത്ത സ്ഥലങ്ങളിൽ നിങ്ങളുടെ പേരിൽ അവരറിയപ്പെടുന്നു. ഇന്നാളുടെ മകളാണ്, അല്ലെങ്കിൽ എൻ്റെ മകളാണ്, അല്ലെങ്കിൽ ഇന്നാളുടെ മകളാണ് അതെന്ന് പറയുമ്പോൾ ഒരു ബ്രേക്കിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ സ്റ്റാൻഡേർഡിലെത്തും കേട്ടോ. കരിയറിൽ ഔദ്യോഗിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തന മേഖലയിൽ സ്റ്റാൻഡേർഡുള്ള പ്രവർത്തനമായിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. എത്ര വയസ്സായി നമുക്ക്? 28 അല്ല 27. വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിക്കേണ്ട ആളോ? 17-19. ചെറുപ്പത്തിൽ വിവാഹം കഴിക്കേണ്ട ആളായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷമായിട്ടുള്ളൂ. എത്ര വയസ്സായി? 23-26 മാരേജിന്റെ നല്ല ടൈം. 19-21 ഒരു ടൈം ഉണ്ടായിരുന്നു. അത് വിജയിക്കില്ല എന്നാ പറഞ്ഞത്. മനസ്സിലായില്ല. 19-21 ഒരു വിവാഹത്തിന്റെ ടൈമാണ് ഇവക്ക്. വിവാഹം കഴിക്കാൻ അത് വിജയിക്കില്ലാന്ന്. വിജയിക്കൂല. 23-26 കറക്റ്റ് മാരേജാണ്. അതായത് 19ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കേണ്ടതായിരുന്നു. ഒരു 70-75% ക്ലിയർ ആയി വന്നത് ഫൗളാകാന്ന്. ചുരുക്കം പറഞ്ഞാൽ ചില രംഗത്ത് നമ്മളെ രക്ഷപ്പെടുത്തുമല്ലോ. മനസ്സിലായി പറഞ്ഞത് എങ്ങനെ? ദൈവം നമ്മളെ ചില സാഹചര്യത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തു അല്ലേ? നമ്മളറിയാണ്ട് ആ രക്ഷപ്പെടുത്താൻ കിട്ടിയെന്ന് പറയാം. രക്ഷപ്പെട്ടു ആ മേഖലയിൽ. അത് നടന്നിരുന്നെങ്കിൽ കഷ്ടപ്പെടുമായിരുന്നു. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മാത്രമല്ല നല്ലൊരു സുഹൃത്തായിട്ട് കാണാം. ഭർത്താവ് മാത്രമല്ല നല്ലൊരു സുഹൃത്തായിട്ട് കാണാന്ന്. നിങ്ങളാണോ? സഹോദരിയാണോ? ഞാൻ ഭർത്താവാണ്. വെരി ഗുഡ്. കുഴപ്പമില്ല കേട്ടോ. ഭർത്താവ് മാത്രമല്ല നല്ലൊരു സുഹൃത്തെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? മനസ്സിലായി. അവരുടെ മൈൻഡ് അനുസരിച്ച് നമുക്ക് പെരുമാറുള്ള കഴിവുണ്ടാവും. ഇവക്കാണോ ഉണ്ടാവുക? രണ്ടാളും ആയുസെത്തി മരിച്ചേ വിരിയുള്ളൂ കേട്ടോ. ആയുസെത്തി മരിക്കുള്ളൂ. ആയുസെത്തിയിട്ട് മരിച്ചേ വിരിയുള്ളൂ. മരിച്ചിട്ടേ പിരിയുള്ളൂ, അല്ലാതെ പിരിയൂല. അല്ലാണ്ട് ഒത്തു പിരിയില്ല എന്നായി പറഞ്ഞത്. സന്താന യോഗമൊക്കെ ഉണ്ട് കേട്ടോ. സന്താനയോഗം ഉണ്ടോ? 5 ആണെങ്കിലും കർമ്മത്തിൽ 3. അപ്പൊ അത്ര അങ്ങനെ പറഞ്ഞ സന്താന യോഗമൊക്കെ ഉണ്ട് കേട്ടോ. ഓടിക്കൊണ്ടിരിക്കുന്ന വർഷം മാതാവാകും. ഈ വർഷം സാധ്യതയുണ്ട്. ഈ വർഷം എന്നല്ല, ഈ വർഷം അതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്ന പറഞ്ഞു. അല്ലാണ്ട് ഈ വർഷം കഴിയുമ്പോൾ 5 മാസം അപ്പൊ 27-ൽ താൻ പിതാവാകും. കണ്ടീഷനാണ്.
ഇപ്പോഴത്തെ ടൈം മോശമൊന്നുമില്ല. ഈ ഒരു തകരാറുണ്ട് കണ്ണൂരിന്. എങ്ങനെ ദൃഷ്ടി ദോഷം ഉണ്ട്. മാറ്റിയ ചില മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ടൈം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ ഒന്നും കൂടി ഇൻട്രസ്റ്റ് കൊടുക്കാം. ഈ കണ്ണൂർ മാറ്റണം എന്നുള്ള താല്പര്യം ഉണ്ടോ? അത് പിന്നെ നോക്കാം. കയ്യണ്ടോട്ടോ, തൻ്റെ കയ്യണ്ടോ. വേണ്ട. വീഴ്ചകളായി കിടക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കാനുള്ള ട്രാക്കിലതാണിപ്പോൾ. ആണല്ലേ? വീഴ്ചകളായി കിടക്കുന്ന ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ചില ട്രാക്കിലപ്പോൾ തന്നെ സാധിച്ചെടുത്തു. പറഞ്ഞുതരാം, നോക്കട്ടെ. ഇന്റത് വേണ്ട ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ സ്വയം 85% കറക്റ്റ് ചെയ്യുന്നു. ആരെയും സഹായില്ലാണ്ട് മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. പറ്റുമോ? സ്ഥാപനമായി ബന്ധപ്പെടാം. എന്താ വർക്ക്? വിശ്വസിക്കപ്പെടുന്ന സ്ഥാപനമായി ബന്ധപ്പെടാവുന്നതാണ്. എങ്ങനെ? മറ്റുള്ള ആളുകൾ മാന്യമായ രീതിയിൽ അംഗീകരിക്കപ്പെടുക അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുന്ന സ്ഥാപനമായി ബന്ധപ്പെടാൻ. മനസ്സിലായി? അപ്പൊ ഒന്നിലധികം മേഖലയിൽ ബന്ധപ്പെടാം. സ്വന്തം സ്ഥാപനം ഉണ്ടോ? സ്വന്തം സ്ഥാപനം ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവര് ഞാൻ ബസ് ചെയ്യാൻ പറഞ്ഞതിന്റെ തയ്യാറെടുപ്പിലാണ്. പഠിച്ചോ നന്നായിക്കോന്ന് പറഞ്ഞ ഇവരീസ് തടസ്സപ്പെടുമ്പോഴാണ് ഈ കണ്ണൂർ തന്നെയും ബാധിച്ചിട്ടുണ്ട്. അതാ ഈ പറയുന്ന ഉദ്ദേശം. ഒരാൾ മാറ്റിയാൽ അതിന് ഗുണം കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇവിടം വരെ കൊണ്ട് എത്തിക്കുന്ന ആഹാരം തട്ടുന്നത് പോലെയാണ്. പ്ലാനിങ് തീരുമാനമൊക്കെ വളരെ കറക്റ്റാണ്. പക്ഷെ പ്രവർത്തിച്ച് വിജയിക്കേണ്ട ഘട്ടത്തിലെത്തുമ്പോൾ തക്കുന്ന പൗളാണ്. അത് ദൃഷ്ടിദോഷമാണ്. ദൃഷ്ടിദോഷം മാറപ്പം ചെയ്യാം. അതിന് പരിപാടി പ്രതിവിധി വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഒരു ചെറിയ ചെലവ് അന്നദാനത്തിന്. അന്നദാനം മഹാദാനം അല്ലേ? താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാം. നിസ്കാരമുണ്ടോ മോന്? നിസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്. കൈ നോക്കി കഴിഞ്ഞിട്ട് ദൈവഗുരുത്വം ഉണ്ട് കേട്ടോ. ദൈവഗുരുത്വം എന്ന് പറഞ്ഞാൽ ജനന ഗുണം. അതായത് ചുരുക്കം പറഞ്ഞാൽ ദൈവത്തെ നമ്മൾ അധികമായി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പറയല്ലോ ഒരു വീഴ്ച സംഭവിക്കുന്ന ടൈമിൽ ആ ഒരു ഗുരുത്വം കിട്ടും. വലുതായിട്ട് വരണ്ട് നൈസായിട്ട് കഴിഞ്ഞു എന്ന് പറയില്ലേ? അതാ ദൈവഗുരുത്വം. ആ ദൈവത്വങ്ങൾ കൂടുതൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജന്മനാൽ കിട്ടിയൊരു ഐശ്വര്യം. അപ്പോൾ മനസ്സിലായോ? വിദേശയാത്രയ്ക്ക് ഒന്നിനധികം ചാൻസ് ഉണ്ടായിരുന്നു. വിജയിച്ചിട്ടില്ല. പോയോ? പോയില്ല. ഇനി വല്ല പ്ലാനുണ്ടോ? പ്ലാൻ ഉണ്ടായിരുന്നു, പോയില്ല. കറക്റ്റാ പറഞ്ഞ ബുദ്ധിരേഖ വളരെ ക്ലിയർ ആട്ടോ. ഓപ്പൺ മൈൻഡാണ്. തുറന്ന മനസ്സാക്ഷിക്കാരും വ്യക്തിബന്ധം എവിടെയും നിലനിർത്താനുള്ള കഴിവ് തനിക്കുണ്ട് കേട്ടോ. അപ്പൊ ചെറിയവനെ നമ്മൾ താഴ്ത്തിക്കെട്ടില്ല, വലിയവനെ നമ്മൾ കൃത്യമായിട്ട് ബഹുമാനിക്കില്ല. ബഹുമാനിക്കൂലേ? കൃത്രിമമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കൃത്രിമമായി ബഹുമാനിക്കൂല. അപ്പൊ അനുരാഗം, സ്നേഹവും ദേഷ്യവും ഒക്കെ നമുക്ക് ഒരുപോലെയാണ്. ഒരുത്തം ബഹുമാനിക്കണം എന്നുള്ള ഉദ്ദേശം വെച്ച് വന്നാൽ നമ്മൾ ബഹുമാനിക്കില്ല എന്നായി പറഞ്ഞു. ബഹുമാനിക്കേണ്ടവനെ നമ്മൾ ബഹുമാനിക്കും. കാരണം വലിയവനെ താഴ്ത്തി വെച്ചൊന്നുമില്ല. ചെറിയവനെ നമ്മൾ നിസ്സാരക്കാരനായിട്ട് കാണില്ല. അതിനായിട്ട് മെയിൻ സ്വന്തം വീട്, സ്ഥാപനം, വാഹനം, ഇതൊക്കെ തന്നെ കേട്ടോ. സ്വന്തം വീട് നേടുവോ? സ്വന്തം വീട് നേടും. അപ്പൊ ഫൗണ്ടേഷൻ ഇപ്പൊ ഉറച്ചിട്ടില്ല. ഇപ്പൊ അടിത്തറ ഇപ്പോഴത്തെ ടൈം മോന് ഈ ഒരൊറ്റ ഇടങ്ങാറുണ്ട്. പ്രതിവിധി ഞാൻ പറഞ്ഞു തന്നാൽ ഒരു ചെറിയ ചെലവ് അന്നദാനത്തിന് മുടക്കുന്നതിൽ വഴിയുണ്ടോ? ഇപ്പൊ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിക്കാം. ഇല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയും. ഇത് ദൈവികമായി ബന്ധപ്പെട്ട തൊഴിലാണ്. മോന്റെ പേരിൽ പ്രാർത്ഥിച്ച് അന്നദാനം നടത്താൻ ഒരു ചെറിയ ചെലവ് ചെയ്യുന്നതിൽ മടിയുണ്ടോ? ഇപ്പൊ മടിയുണ്ട്. എന്താ ഇപ്പൊ ചെലവ് അത്ര ചെലവല്ലല്ലോ. ഒരാൾക്കുള്ള 50 രൂപയുള്ളൂ. മോന്റെ തടിക്ക് വേണ്ടി എത്ര ആൾക്ക് മുടക്കുന്നു വെച്ചാൽ തന്നാൽ മതി. ഞാൻ പറയാം. എന്തായാലും ഇപ്പൊ ഇത് നടക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അപ്പൊ ഇപ്പൊ ചില കാര്യങ്ങൾ പ്ലാനിങ്ങില്ല കേട്ടോ. ഏതായാലും വിജയിക്കട്ടെ, കാണാം. ശരി. ഗൂഗിൾ പേ നമ്പർ കഴിഞ്ഞാ